പ്രിയമുള്ളവരെ, എല്ലാ അമലുകളിലും പ്രതീക്ഷ വലിയ കുറവാണ്. എല്ലാ അമലുകളെക്കാളും അർജാ, ഏറ്റവും പ്രതീക്ഷയുള്ള അമൽ ഹുബ്ബുൻ നബി വമദ്ഹു ഖൈറുൽ അമൽ فعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. അതാ നിങ്ങൾക്ക് ഏറ്റവും ആധികാരികമായി സ്വീകരിക്കാൻ പ്രതീക്ഷയുള്ള അമല് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കാണ്. അതുപോലെ എല്ലാ അമലുകളും തട്ടാം കൊള്ളാം, അതേ സമയത്ത് തട്ടപ്പെടാത്ത ഒരു അമലുണ്ട്, തള്ളപ്പെടാത്ത ഒരു അമലുണ്ട്. ഏത് അമലും തള്ളുകയും കൊള്ളുകയും ചെയ്യാം, പക്ഷേ അല്ലാഹു തള്ളാത്ത ഒരു അമലുണ്ട്. അതേതാണ്? അസ്സലാത്തു അലാ റസൂലില്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്താനുള്ള ഏറ്റവും വലിയ അമലേതാണ്? അത് സ്വലാത്താണ്. ഹബീബായ നബി തങ്ങൾ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ എവിടെയെന്ന് പ്രത്യേകം അന്വേഷിക്കാൻ കാരണമാകുന്ന ഒരു അമലേതാണ്? അത് സ്വലാത്താണ്. അലി ഉസ്താദ് അവരുടെ ഏറ്റവും വലിയ കരുത്തു സ്വത്തായി ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് മുറിയാത്ത സ്വലാത്താണ്. തനിച്ചിരിക്കുമ്പോഴും ഒഴിഞ്ഞിരിക്കുമ്പോഴും അതാ കിട്ടുന്ന സമയങ്ങളിൽ മുഴുവനും അവിടുത്തെ സ്വലാത്ത് കൊണ്ട് വ്യാപൃതരായിരുന്നു എന്ന് അടുത്ത് കൂടിക്കഴിഞ്ഞവർ നമ്മളോട് പറയുമ്പോഴാണ് മാഷാ അല്ലാഹ്, ഒരു ദിവസം ഒരാൾ 1000 സ്വലാത്ത് പതിവാക്കിയാൽ, അല്ലെങ്കിൽ 500 സ്വലാത്ത് പതിവാക്കിയാൽ, എത്രയോ ആവട്ടെ ഒരാൾ നിത്യേന നിശ്ചിത സ്വലാത്തുകൾ ചൊല്ലിയാൽ അയാൾ മരണപ്പെടുന്ന അന്ന് ആ സ്വലാത്ത് മുറിഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ നോക്കുന്നതാണ് എന്നും 500 സ്വലാത്ത്, എന്നും നിത്യമായി അതാ കൃത്യമായ സ്വലാത്ത് അയക്കുന്ന ആളെവിടെ? ആ സ്വലാത്തെന്ന് കാണാതെ ആയാൽ, ആ സ്വലാത്തെന്ന് എത്താതെ വന്നാൽ ഹബീബായ തങ്ങൾ നോക്കും ആ സ്വലാത്ത് ചൊല്ലിയിരുന്ന ആളെവിടെ? അദ്ദേഹം മരണപ്പെട്ടുവെന്നറിഞ്ഞാൽ ഹബീബായ തങ്ങൾ ആത്മീയമായി അവിടെ ഹാജരാണ്. അല്ലാമാ ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതാ നിരവധി പ്രമാണങ്ങൾ അതിനെ പറയാനുണ്ട്, ഇപ്പോഴതിലേക്ക് വരുന്നില്ല. ഹബീബായ നബി തങ്ങൾ അവിടെ ആത്മീയമായി ഹാജരാണ്. എന്നും എനിക്ക് നിശ്ചിത സ്വലാത്ത് അയച്ച ആൾ ഇന്ന് വഫാത്തായി പോയി. അയാൾക്ക് എന്താണ് ആവശ്യമുള്ളത്? വല്ല പ്രയാസവും ഉണ്ടോ? വല്ല ശുപാർശയും വേണോ? വല്ല ആവശ്യവും നേടിക്കൊടുക്കാനുണ്ടോ? അപ്പോഴതിൽ മുത്തുനബി തങ്ങൾ ഇടപെടുന്നതാണ്. ഒരു ഭാഗത്ത് അതാ ഇബ്നു ഹജർ തങ്ങൾ ഫത്വ നൽകുകയാണ്, മറുഭാഗത്ത് സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞ കിതാബിൽ ഒരു സംഭവം തന്നെ രേഖപ്പെടുത്തുകയാണ്. അത് രണ്ടും ചേർത്ത് വായിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ കാര്യങ്ങൾ അറിയാൻ. കാരണം മാമിൻ അഹദി യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി. നിങ്ങൾ സ്വലാത്ത് സലാമു ചൊല്ലുമ്പോ ഹബീബായ തങ്ങളിലേക്ക് അതെത്തുകയാണ്. തങ്ങൾ ഖബറിൽ ജീവിച്ചിരുന്നത് സ്വീകരിക്കുകയാണ്. അറിയുമോ, ഈ മജ്ലിസും ഹബീബായ തങ്ങൾക്ക് കാണാം.
തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ എന്നിലേക്ക് കാണിക്കപ്പെടുന്നതാണ് എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, അല്ലാഹുവും റസൂലും നിങ്ങളുടെ പ്രവൃത്തികൾ കാണുമെന്ന് ഖുർആൻ ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിരുന്ന ആ വലിയ മഹാൻ സാധുക്കളായ മുതഅല്ലിമീങ്ങളായ ഞങ്ങൾ വഅദ് പറയുമ്പോൾ ആ സദസ്സിൽ ഇരുന്നിട്ടൊരു പുതിയ അറിവും അവിടത്തേക്ക് കിട്ടാനില്ല. പക്ഷേ